അബ്ദുറഹീമിൻ്റെ ബന്ധുക്കൾ ആരെങ്കിലും ആണോ? ഞങ്ങൾ അയൽവാസിയാണ്. അയൽവാസിയാണ്. കുടുംബ വീടിൻ്റെ അടുത്താണ്. ഇപ്പോൾ അബ്ദുറഹീം ഇവിടേക്ക് വന്നാൽ നേരെ എങ്ങോട്ടാണ് പോവുക? നേരെ നമ്മൾ ഇതിനകത്ത് ഇടപെട്ടിരിക്കുന്നത് DK മുരളി MLA യും അതുപോലെ നമ്മുടെ രാജ്യസഭാ MP റഹീമും ഒക്കെയാണ്. അപ്പോൾ നേരെ അവരെ മീറ്റ് ചെയ്തിട്ട് അവരുടെയും ഈ കുടുംബ തന്നെ മുതിർന്ന ഒരാളായിട്ടുള്ള താജ് ഇക്കാന്ന് പറയും, അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് ഉചിതമായൊരു സ്ഥലം തീരുമാനിച്ചു. കുടുംബ വീട്ടിലിപ്പോൾ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ അങ്ങോട്ട് കൊണ്ടുപോകാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അയൽക്കാരാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടൊരു പ്രവാസി നാട്ടിൽ നിന്ന് വർഷങ്ങൾക്ക് ശേഷം തിരികെ വരുമ്പോൾ മക്കളും ബന്ധുക്കളും ഒക്കെ സ്വീകരിക്കാൻ പറയേണ്ടതാണ്. തീർത്തും നിർഭാഗ്യകരമായ ഒരു സാഹചര്യത്തിലേക്കാണ് അദ്ദേഹം വന്ന് വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കുടുംബത്തിനുണ്ടായ സാമ്പത്തിക ബാധ്യത അടക്കമുള്ള കാര്യങ്ങൾ ഇതിലേക്ക് നയിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അത്തരത്തിലുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഈ കുടുംബത്തിന് ബാധ്യത ഉണ്ടായിരുന്നതായിട്ട് നിങ്ങൾക്ക് അറിയാവോ? നിലവിൽ അദ്ദേഹത്തെ വന്ന് നാട്ടിലെത്തി വീട് കുടുംബക്കാരൊക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഇന്നിപ്പോൾ ഇവിടെ ഞങ്ങളാണ് കൂട്ടാനായിട്ട് വന്നിട്ടുള്ളത്, മറ്റുള്ളവരും ഉണ്ട്. അവർ ഇങ്ങോട്ട് കയറിയിട്ടില്ല എന്നേ ഉള്ളൂ. എന്തായാലും ശരി, അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് ഈ സാമ്പത്തിക ബാധ്യതയെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു ധാരണ കിട്ടിയതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കും. ഇപ്പം നിലവിൽ ഈ ഇദ്ദേഹത്തിൻ്റെ ഒരു മാനസികമായിട്ടുള്ള റിക്കവറിയാണ് നമ്മൾ ഇത്രയും ഒരു വലിയ വിഷമ അവസ്ഥയിലാണ് തിരിച്ചു വരുന്നത്. അപ്പം അദ്ദേഹത്തിന് കുറച്ച് മാനസിക ധൈര്യം കൊടുത്തുകൊണ്ട് കൂടെ നിർത്തി അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാനാണ് നമ്മൾ കുടുംബക്കാരും അതുപോലെ ഈ പറയപ്പെട്ട MLA റഹീം MP പിന്നെ നമ്മളെ ജമാഅത്ത് കമ്മിറ്റി, പള്ളി അദ്ദേഹത്തിൻ്റെ തന്നെ ജമാഅത്ത് കമ്മിറ്റി ഒക്കെ തീരുമാനിച്ചിട്ടുള്ളത്. അതുമായിട്ട് ഉള്ള കാര്യങ്ങൾ കൂടുതൽ ആലോചനകൾക്ക് ശേഷം തീരുമാനിക്കുന്നു. അദ്ദേഹത്തോട് എപ്പോഴും നിങ്ങൾ സംസാരിച്ചിരുന്നോ? ഇതിനപ്പുറത്തേക്ക് ഈ കൊലപാതകം നടന്നതിന് ശേഷം എപ്പോഴെങ്കിലും അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നോ? ഇല്ല, അദ്ദേഹത്തെ നേരിട്ട് നമ്മൾ സംസാരിച്ചില്ല. ഈ പറയപ്പെട്ട വ്യക്തികൾ MLA യും MP യും രാജ്യസഭാ MP യൊക്കെ നേരിട്ട് സംസാരിച്ചിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ പള്ളിയുടെ പ്രസിഡൻ്റാണ്, അദ്ദേഹവും നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. അബ്ദുറഹീമിനോട് നേരിട്ട് സംസാരിച്ചിരുന്നോ? സംസാരിച്ചായിരുന്നു. ഇന്നലെ രാത്രിയും അദ്ദേഹത്തിന് സംസാരിച്ചായിരുന്നു. അദ്ദേഹം വരുന്ന കാര്യങ്ങൾ പറഞ്ഞു. നമ്മൾ എയർപോർട്ടിൽ ഉണ്ടാവുമെന്ന് പറഞ്ഞു. അദ്ദേഹം ഒരു 7:35 ഇവിടെ എത്തും. ചോദിക്കുന്നതിന് പരിമിതികളുണ്ട്. അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും വളരെ ബുദ്ധിമുട്ടാണ് അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ. ഇനി അദ്ദേഹത്തിനെ നമ്മൾ റിക്കവർ ചെയ്ത് കൊണ്ടുവരണം. അതാണ് സുഹൃത്തുക്കൾ, നാട്ടുകാർ, നമ്മൾക്ക് ബന്ധുമിത്രാദികളൊക്കെ ചെയ്യേണ്ട ഇത് ഒരേ ഒരു കാര്യം അതാണ്. അദ്ദേഹത്തിനെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. ഈ കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വരുന്ന ഇപ്പോൾ ഈ ആരോപണങ്ങൾ എന്തെങ്കിലും വസ്തുതയുള്ളതായിട്ട് അറിയാവോ? കൂടുതൽ അതിനെക്കുറിച്ച് അറിയത്തില്ല. സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ നാട്ടിലുണ്ട് എന്ന് പറയപ്പെടുന്നു. അത് നമുക്കതിനെക്കുറിച്ച് കൂടുതൽ അറിയത്തില്ല. കാരണം ഞങ്ങൾ താമസിക്കുന്നത് പാങ്ങോടും ഇദ്ദേഹം താമസിക്കുന്നത് വെഞ്ഞാറമൂട് സൈഡിലും. 25 കിലോമീറ്റർ വ്യത്യാസം. കൂടുതൽ നമുക്കറിയത്തില്ല. മറ്റേ അവിടുത്തെ സാമ്പത്തിക പ്രതിസന്ധിയും അദ്ദേഹത്തിന് യാത്രയായിട്ട് ബന്ധം ഇല്ല. അതുകൊണ്ടാണ് പെട്ടെന്ന് വരാൻ കഴിയുന്നത്. 7.5 വർഷത്തിന് ശേഷം നാട്ടിലേക്ക് വരികയാണ്. വരുന്നത് തീർത്തും നിർഭാഗ്യകരമായി നെഞ്ചുനേറിയാണ് അദ്ദേഹം വരുന്നത്. സ്വീകരിക്കാൻ ആരും തന്നെ ഇല്ല, നാട്ടുകാരായിട്ടുള്ള കുറച്ച് ആളുകൾ മാത്രം അല്ലേ? അത്രേ ഉള്ളൂ. ബാക്കി അതായത് ഇന്നലെ രാത്രി 12 മണി കൊണ്ടാണ് അദ്ദേഹം വരുന്നത് എന്നുള്ളതിനെ അറിഞ്ഞത്. ഞങ്ങൾ വിളിച്ച് പറയും. അതിൻ്റെ അടിസ്ഥാനം ഞങ്ങൾ ഇന്ന് രാവിലെ അവിടെ നിന്ന് തിരിക്കുകയും ചെയ്തത്. ഇനി അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളെടുത്ത് കൊണ്ടുപോകണം. ഈ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നാട്ടുകാർ എല്ലാവരും കൂടെ ഏറ്റെടുക്കും. ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അദ്ദേഹത്തിനെ ചേർത്ത് നിർത്തുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. ജിൽസി, അത് തന്നെയാണ് DK മുരളി MLA, റഹീം MP അടക്കമുള്ളവരുടെ ഇടപെടലിനെ തുടർന്നുകൂടിയാണ് അബ്ദുറഹീം നാട്ടിലേക്ക് വരുന്നത്. അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തെ ചേർത്ത് പിടിക്കാനായിട്ട് കുറേയധികം നാട്ടുകാരുമുണ്ട് എന്നുള്ള കാര്യമൊക്കെയാണ് ഇവർ പറയുന്നത്. ജിൽസി, യെസ്, അതാണ് ഷിജോ കുര്യൻ നൽകുന്ന വിവരങ്ങൾ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അല്പസമയത്തിനകം തന്നെ അബ്ദുറഹീം എത്തിച്ചേരുമ്പോൾ അദ്ദേഹത്തിൻ്റെ നമുക്കറിയാം മാനസികാവസ്ഥ, നമുക്ക് അദ്ദേഹം നേരിടേണ്ടി വരുന്ന കുറേ കാര്യങ്ങൾ, ഈ സാഹചര്യങ്ങൾ, അതിനൊക്കെയുള്ളൊരു കരുത്ത് അദ്ദേഹത്തിന് ഉണ്ടാകട്ടെ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ നമുക്ക് പറയാൻ കഴിയുക.